നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സന്തോഷങ്ങളും സങ്കടങ്ങളും കടന്ന് ഒരു വർഷം മറയുമ്പോൾ പ്രതീക്ഷകളുടെ പുതിയ വർഷം കടന്നുവരുന്നു. ആൽഫയെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ കേരളമെന്ന ആഹ്വാനവുമായി സംസ്ഥാനമെങ്ങും പുതിയ സേവന കേന്ദ്രങ്ങളും ലോകത്തിനു മാതൃകയാകുന്ന ആൽഫ ഹോസ്പീസും നടപ്പിലാക്കാൻ പ്രയത്നിച്ച വർഷമായിരുന്നു 2025. 2026 ആകട്ടെ കൂടുതൽ നേട്ടങ്ങൾ സ്വായത്തമാക്കാനുള്ളതും. അതിനായി സഹായിക്കുന്ന ഓരോരുത്തരെയും നന്ദിപൂർവ്വം ഓർക്കുന്നതോടൊപ്പം നല്ലൊരു പുതുവർഷം ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ആൽഫ ഡെയിലി ന്യൂസിന്റെ പുതുവത്സരാശംസകൾ. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 25ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും ആൽഫ ഇടമുട്ടം ഹോസ്പീസ് സന്ദർശിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ സന്ധ്യ സുജിത് ആൽഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മേഘ്ന അനിൽകുമാർ SAPCയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. സിസ്റ്റർ ഫൗസിയ, സിസ്റ്റർ ബേബി, ഫിസിയോതെറാപ്പിസ്റ്റ് അലീഡ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ആശിഷിലെ അച്ഛനമ്മമാർക്ക് വേണ്ടി സമാഹരിച്ച നിത്യോപയോഗ സാധനങ്ങൾ വിദ്യാർത്ഥികൾ കൈമാറി. പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലിയേറ്റീവ് കെയർ ആൻഡ് ജെറിയാട്രിക് കെയർ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. NSS കോർഡിനേറ്റർ ബിന്ദു, ആൽഫ ഒല്ലൂർ സെന്ററിലെ നഴ്സ് പ്രീതി, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിസ്മയ വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. തിരുവനന്തപുരം കിളിമാനൂർ MGM പോളിടെക്നിക് കോളേജിൽ ആരിഷ് ക്ലബ് ഉദ്ഘാടനം നടത്തി. NSS കോർഡിനേറ്റർ കിരൺ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ക്യാമ്പിന്റെ ഭാഗമായി 60 കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാരായ കീർത്തി കൃഷ്ണൻ, ഗൗരി കൃഷ്ണ എന്നിവർ ആരിഷ് ക്ലബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.